എവിടെ പോകുന്ന അതി ആ ഫോണങ്ങ് കൊടുത്തില്ല നമ്മുടെ കയ്യിൽ. നമ്മൾ ട്രെയിനാണ് കേട്ടോ പോകുന്നത്. നമുക്ക് സൗത്തിൽ നിന്നാണ് ട്രെയിൻ, എറണാകുളം സൗത്തിൽ നിന്ന്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. 3 പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാൻ പുറകെ പോകാട്ടോ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ ലിജി കൊച്ചിൻ്റെ അടുത്തേക്ക് പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ ഫ്രണ്ടിലങ്ങ് പോയി, ഞാൻ പുറകേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടുണ്ട് രാവിലെ തന്നെ. മോൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എടി ഞാൻ ഒരു വിഷ് പറയട്ടെ ലിതി. ഹാപ്പി ബർത്ത്ഡേ ലിതി മോൾ. താങ്ക് യു. വായിക്ക് വരുന്നത് ആദ്യം. നമ്മൾ റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ, നടന്നു കിടന്ന്. അങ്ങനെ ഓട്ടോ വിളിച്ചാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഒത്തിരി ലേറ്റായി നമ്മളവിടെ ചെന്നപ്പോഴേക്ക് സമയമായി. അപ്പോൾ നമ്മൾ വേഗം ഓട്ടോ വിളിച്ച് പോയി. ഏകദേശം 1 മണിക്കൂർ എടുത്തു അവിടെ ചെല്ലാൻ വേണ്ടി. ഇവിടെ 8:20 ആയിട്ടുണ്ട്. 9:20 ബസ് പോട്ടെ, ട്രെയിന്. ടൈറ്റാനിക് മുങ്ങിപ്പോയി. ടൈറ്റാനിക് ഇതിനേക്കാളും ഒരുപാട് വലുതാടാ, ഭയങ്കര വലിയ ഷിപ്പായിരുന്നു. സത്യം കേട്ടോ. ഞങ്ങളെ അതേ ബോട്ടിൽ കപ്പലൊക്കെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു എന്താ ഇടുക്കിക്കാര് പൊട്ടം പട്ടണത്തിൽ ഇറങ്ങിയല്ലേ അത് ഇതൊക്കെ കാണുമ്പോൾ. ശരിയാട്ടാ, ഇടുക്കിയില്ല ഞാനും കണ്ടിട്ടൊക്കെ ഉണ്ട്. ഫൈനലി നമ്മളങ്ങനെ സ്റ്റേഷനിൽ. അല്ല, അത് നോർത്തിലല്ല, സൗത്തല്ല. ഞാനിവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നിട്ടല്ലേ ഉള്ളൂ. വന്നിട്ടില്ലേ? അങ്ങനെ നമ്മൾ എവിടെ എത്തിയത്? നമ്മൾ എറണാകുളം സൗത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ പയ്യെ വരുന്നുണ്ട്. ബാഗ് പിടിക്കണോ? കൊണ്ടുവാ കൊണ്ടുവാ. ബാഗുന്നതാ ബാഗുന്നതാ. സിക്സില് അതെ അവിടെ പോയാൽ മതി. കുട്ടിയോ? ഇല്ലില്ല ഇല്ല, കുട്ടിയോ? ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആദ്യപ്പോഴത്തേക്ക് പിടിച്ചേട്ടാ. അങ്ങനെ സ്റ്റേഷനിലെത്തി. ട്രെയിനൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വരണമെങ്കിൽ 9:15 വന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. എവിടെ പോകുന്ന ആദ്യക്കുട്ടൻ? കോഴിക്കോട്. എന്തിനാ പോകുന്നത്? എങ്ങനെ നിന്നോ? അവനെ ഭയങ്കര നാണാ കേട്ടോ. എല്ലാൻ്റെ അടുത്ത് പോവല്ലേ? അങ്ങനെ നമ്മൾ ട്രെയിൻ എത്താറായല്ലേ, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇപ്പം 3-4 ഡേയ്സായി കേട്ടോ. എന്ത് വാങ്ങാൻ? ആ ഉണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിനല്ല വരുന്നുണ്ട് കേട്ടോ. ട്രെയിന് കണ്ണു വെച്ചോ? എന്നൊക്കെ ട്രെയിന് കണ്ണു വെച്ചോ? ട്രെയിൻ അത് കൊള്ളാം. അത് നല്ല ചോദ്യമായിപ്പോയി. ഒരു ട്രെയിൻ കയറി ഇറങ്ങട്ടെ. ഇവിടുന്ന് കയറിയാതെ. സൂക്ഷിച്ച് തരണേ അമ്മ. ബാഗ് പിടിക്കണോ? 90, 85, 86, 87 കേട്ടോ. 85, 86, 87 നോക്കണം. സീറ്റിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്.
നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഞാൻ എല്ലാ വീഡിയോയിലും നമ്മളിങ്ങനെ പോകുമ്പോൾ പറയാറുണ്ട് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ്. വെറുതെ പറയുന്നതല്ല കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ. അതുപോലെ തന്നെ ഈ കാണുന്ന ഭാരതപ്പുഴയാണ് കേട്ടോ. ഇങ്ങോട്ട് തീ അങ്ങനെ അവിടെ തിരിഞ്ഞിട്ട് പിന്നെയും എന്തേ പാടങ്ങൾ തന്നെയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വന്നത്. ചതിക്കാത്ത അന്തുവിലെ കിഴക്കേ പാടം എന്ന അതിമനോഹരമായ ഗ്രാമം ടൂട്ടു ടൂട്ടു ടൂട്ടു. അവര് ഈ സുരിത്തങ്ങൾ എവിടെ വന്നെ നോക്കണം. നമ്മള് നിൽക്കുന്ന സ്ഥലത്തല്ലോ വല്ല ബാക്കറിയുടെ അവിടെ ഇരിക്കാം. നമ്മൾ എന്തെങ്കിലും ജ്യൂസ് അല്ലെങ്കിൽ നല്ലോണം കഴിക്കുന്നുണ്ട്, എന്തെങ്കിലും മേടിക്കണം. അതിന് നമ്മൾ ഫൈനലി കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏലിക്കുട്ടി അമ്മയെ ആദ്യം ലിതി അമ്മയൊക്കെ എണീച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ലിതിയും അമ്മ ഏതാണ്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിരുന്ന് തന്നെ എടുക്കുന്നത്, കാരണം എല്ലാവരും ഇറങ്ങാനുണ്ടല്ലോ. എല്ലാവരും ഇറങ്ങിയിട്ട് പയ്യെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ട്രെയിൻ എന്തായാലും ഇവിടം വരെയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓട്ടോയ്ക്ക് കയറി പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ പൊരിഞ്ഞ വെയിലത്തോടെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഈ മരത്തിൻ്റെ അവിടെ പോയി നിൽക്കാം. അല്ലാതെ എവിടെ ഇതേ മരം അങ്ങോട്ടാ. അതെ ക്യൂ ആണ് കേട്ടോ. ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അപാര ക്യൂ. ഞങ്ങളെന്തായാലും പുറത്തേക്ക് പോകണം. അവിടെ ആ വലിയ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ മണിക്കൂറോളം നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകണം കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഉള്ളിലെ ഒത്തിരി ക്യൂ ആണ്. അപ്പോൾ എന്തായാലും ഈ ഓട്ടോ ഒക്കെ പോകുന്നത് ഓരോരുത്തർ വിളിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറേ നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇതിലോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്. തിരക്കാണ് കേട്ടോ. ഇത് കണ്ടോ, പപ്പായ കിട്ടുന്നുണ്ട്. അല്ലല്ല മിഠായിത്തെരുവ്. ആ മിഠായിത്തെരുവ് തിരുവനന്തപുരം കഴിച്ചിട്ടുണ്ടോ? ഇതെവിടെ. അപ്പം ഞങ്ങളിത് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലുള്ളിലേക്ക് കയറിയില്ല എഴുതുമ്പോൾ ഇവിടെ കാറ്റുള്ളത് കൊണ്ട് നമ്മൾ പുറത്തങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല, അവർ ഫിസിയോയ്ക്ക് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോകുന്നു. അവർ വിളിക്കാൻ വരാമെന്നായിരുന്നു പറഞ്ഞു വെച്ചാൽ, പക്ഷേ ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് ഫിസിയോ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഞങ്ങളോട് ഓട്ടോ വിളിച്ച് പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഫുഡൊക്കെ കഴിച്ച് പാലയിൽ നിന്ന് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ
വിശേഷങ്ങളൊക്കെ അവർ വന്ന ശേഷം കാണിച്ചു തരാം കേട്ടോ. ഫിസിയോതെറാപ്പി കഴിഞ്ഞ് ലിജിമോളും ചേട്ടായൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബായ്.